ഹലോ നമസ്കാരം. പൊന്നാക്കാരം ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷഫി പറമ്പിൽ ഇന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ സെക്രട്ടറിയിലേക്ക് ഒരു മാർച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ആ മാർച്ചിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ച ഒരു കിടുക്കാച്ചി പ്രതികരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകൾ ഇങ്ങനെ പറയുമ്പോണ്ടല്ലോ, അതിങ്ങനെ കൊള്ളേണ്ടവർക്ക് ശരിക്കും കണ്ട് കൊള്ളും. പക്ഷെ എന്നിട്ടും പഠിക്കൂല കേട്ടോ. ഇതെങ്ങനെ കൊണ്ടാലും പഠിക്കൂല, അത് വേറെ വിഷയം. പക്ഷെ അദ്ദേഹത്തിന്റെ നിലപാടുകളോട് അദ്ദേഹം ഉറച്ചു നിന്ന് സംസാരിക്കുന്ന സംസാരമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ആ വീഡിയോയിൽ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. സത്യസന്ധമായിട്ട് അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതിനൊന്നും ഉത്തരം ഉണ്ടാവില്ല. അത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അദ്ദേഹം അതിനൊന്നും ഉത്തരം ഉണ്ടാവില്ല എന്ന്. കാരണം അമ്മാതിരി പ്രസംഗമാണ് പ്രസംഗിച്ചിട്ട് അദ്ദേഹം ചോദിക്കുന്നത്. മാധ്യമങ്ങളോടാണ് കേട്ടോ സംസാരിക്കുന്നത്, പ്രസംഗമല്ല, മാധ്യമങ്ങളോട് സംസാരിക്കുന്ന വാക്കാണ്. അപ്പൊ എന്തായാലും ആ ഒരു കുറച്ച് ഭാഗം ഒന്ന് കേട്ടിട്ട് നമുക്കിട്ട് വരാം. ഇപ്പൊ ആരെയാണ് കാത്തിരിക്കുന്നത് എന്നുള്ളത് ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുക. ഏത് മന്ത്രിയാണ് കാത്തിരിക്കുന്നത്? 1 കോടി രൂപയുടെ ആരോപണം മാണി സാറിനെതിരെ ഉയർന്നപ്പോ അതിന്റെ പേരിൽ അദ്ദേഹത്തിന് കെടാത്ത തീയും ചാവാത്ത പുഴുവും കാത്തിരിക്കുന്നുണ്ടെന്ന് പ്രസംഗിച്ചവർ, കൈയടിച്ചവർ, ബഹളം വെച്ചവർ, കേരളത്തിന്റെ അസംബ്ലിക്കകത്ത് എന്തെല്ലാം വൃത്തികേടുകൾ കാണിച്ചവർ, 500 രൂപ അയക്കാൻ നേതൃത്വം കൊടുത്ത ചില മഹാന്മാർ ഉൾപ്പെടെ എല്ലാവരോടും ചോദിക്കുന്നു, ഈ 2 മന്ത്രിമാരിൽ ആരാണിത് കാത്തിരിക്കുന്നത്? അതല്ല, അവർക്ക് നിർദ്ദേശം കൊടുത്ത മുഖ്യമന്ത്രിക്കാണോ ആ തീയും പുഴുവും കാത്തിരിക്കുന്നത് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിയണം. പ്രതിപക്ഷ നേതാവ്, ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് വസ്തുതാപരമായി പറഞ്ഞ കാര്യങ്ങൾ, എന്തുകൊണ്ടൊരു അന്വേഷണം നടത്താൻ ഈ ഗവൺമെന്റ് തയ്യാറാവുന്നില്ല എന്ന് പറഞ്ഞാൽ കക്കുക മുക്കുക എന്നുള്ളത് ശീലമാക്കിയ ഒരു ഗവൺമെന്റിന് ഈ പറയുന്ന കാര്യങ്ങൾ പുറത്തു വരുമ്പോ ഉള്ള അസ്വസ്ഥത കൊണ്ടാണ് സൗണ്ട് വോയിസ് ക്ലിപ്പ് ലീക്ക് ചെയ്തവനെതിരെ അന്വേഷണം നടത്തുന്ന വെച്ചാൽ അഴിമതി നടത്തിയവനെ അല്ല, അത് പുറത്ത് പറഞ്ഞവൻ ആരാണ് എന്നുള്ളതാണ് ഇവർക്ക് കണ്ടെത്തേണ്ടത്. ജനങ്ങൾക്ക് അറിയേണ്ടത് എത്ര പണം ഇതിന്റെ പേരിൽ മേടിച്ചു, ആരാണ് ഇതിന് നേതൃത്വം നൽകിയത്. 2 വകുപ്പുകളും പരസ്പരം കൈകടത്തുമ്പോ അതിന്റെ മേലെ ആരുടെയെങ്കിലും ഒക്കെ അനുമതി ഇല്ലാതെ പറ്റില്ലല്ലോ. അപ്പൊ ഇത് സമന്മാർക്കിടയിലെ ഏർപ്പാടല്ല, ഇത് അതിന്റെ മേലെന്ന് കൊടുക്കുന്ന ഡയറക്ഷനാണ്. ആ ഡയറക്ഷൻ കൊടുത്ത സോഴ്സിലേക്ക് ഇതിന്റെ അന്വേഷണം പോകണം. അതുന്നയിച്ച് സഭയ്ക്കകത്ത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ ഇന്നലെ പ്രിയപ്പെട്ട റോജി എം ജോൺ കൊണ്ടുവന്ന അടിയന്തര പ്രമേയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇന്ന് പ്രിയപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിന്റെയും യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകരുടെ നേതൃത്വത്തിൽ സഭയ്ക്ക് പുറത്തും സമരമാണ്. അകത്തും പുറത്തും പോരാടുമെന്ന് പറഞ്ഞാൽ നമ്മുടെ രംഗണ്ണം പറഞ്ഞതുപോലെ കാണിക്കുമെന്ന് പറഞ്ഞാൽ കാണിച്ചിരിക്കും, പോരാടുമെന്ന് പറഞ്ഞാൽ ഇവര് പോരാടിയിരിക്കുമെന്ന കാര്യത്തിന് സംശയം വേണ്ട. സമരാഭിവാദ്യങ്ങൾ ഞാൻ ഈ സമരത്തിന് നേരുന്നു. ഈ സമരത്തെ അഭിസംബോധന ചെയ്യുവാൻ നിയമസഭയിൽ ഈ വിഷയം ജനകീയമായി അവതരിപ്പിച്ച പ്രിയപ്പെട്ട അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി പ്രിയമുള്ളവരെ, യുഡിഎഫ് ഗവൺമെന്റിന്റെ കാലത്ത് സീസർ സംശയത്തിന് അതീതമായിരിക്കണമെന്ന് പറഞ്ഞവർ, സീസറുടെ ഭാര്യ സംശയത്തിന് അതീതമായിരിക്കണമെന്ന് പറഞ്ഞ ആളുകളോട് ഇപ്പൊ ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു, സീസറുടെ മകളും മരുമകനും ഇപ്പോ സംശയത്തിന് നിഴലിലാണ്. ഈ അഴിമതി ഞങ്ങൾ തുറന്നു കാണിക്കും. അതിന് സമരം ചെയ്യുന്ന യൂത്ത് കോൺഗ്രസിന്റെ മുഴുവൻ സഹപ്രവർത്തകർക്കും എല്ലാവിധ അഭിവാദ്യങ്ങളും. അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ. 1-2 കാര്യം നമുക്ക് പോയിന്റായിട്ട് തോന്നിയ 1-2 കാര്യങ്ങളാണ് നമ്മൾ പറയുന്നുള്ളൂ. ബാക്കിയൊക്കെ അദ്ദേഹം സംസാരിച്ച കാര്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ. എപ്പോഴും നമ്മളെ വീഡിയോയിൽ അങ്ങനെ തന്നെയാണ്, എന്തെങ്കിലും ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ആ ഒരു പോയിന്റ് എടുത്ത് പറയാന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാണി സാറിനെതിരെ ഒരു വിവാദം വന്ന സമയത്ത് ഇവരൊക്കെ വളരെ ശക്തമായിട്ട് അതിനെതിരെ എതിർത്തിരുന്ന ആളുകൾ ഇപ്പൊ അവർക്കെതിരെ ഒരു വിവാദം വന്ന സമയത്ത് അതിനെതിരെ ഒരു ചൂണ്ടുവിരൽ പോലും അനക്കാൻ ഇവർ തയ്യാറല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാക്ക്. സത്യമാണ്. കാരണം നിയമസഭയിൽ കാണിച്ചു കൂട്ടിയ ബഹളങ്ങൾ നമ്മളെല്ലാവരും കണ്ടതാണ്, നമ്മളെല്ലാവരും കേട്ടതാണ്. അന്നൊന്നും ഈ പറയുന്ന ആ ആളുകൾ ഒരു
എന്താ പറയുക, ചെറിയൊരു ശബ്ദം പോലും അനക്കാൻ ആരും തയ്യാറല്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഈ പ്രവൃത്തി നടത്തിയ ആളുകളുടെ പേരിൽ ഇതുവരെ ഒരു അന്വേഷണമോ കാര്യങ്ങളോ ഒന്നും നടന്നിട്ടില്ല. പക്ഷേ ആ വോയിസ് ക്ലിപ്പിൻ്റെതാണ് ഇപ്പം ഈ പ്രശ്നം. ആ വോയിസ് ക്ലിപ്പ് പുറത്ത് വിട്ട ആളെ പേരിൽ പോലീസ് നടപടിയെടുത്തു. അപ്പൊ ഇത് ചെയ്ത ആളുകളെ പേരിൽ നടപടിയില്ല. പോയിന്റ് നോക്കണങ്ങള്, ഏതാ ജാതി പോയിന്റ് അടുത്ത് മൂപ്പര് വന്നത് അത് നോക്കണങ്ങള്. അതായത് ഈ കുറ്റകൃത്യം ചെയ്ത ആളെ പേരിൽ ഒരു പോലീസ് അന്വേഷണമോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിൽ അതിനെതിരെ ഒരു ചിറുവിരൽ ചൂണ്ടാനോ ആരും ഈ പ്രസ്ഥാനത്തിലുള്ള ആരും തയ്യാറായിട്ടില്ല. പക്ഷേ ആ വോയിസ് ക്ലിപ്പ് പുറത്ത് വിട്ടവന്റെ പേരിൽ പോലീസ് അന്വേഷണവും അദ്ദേഹത്തിന് മർദ്ദനവും ആകെ പ്രശ്നം, സോഷ്യൽ മീഡിയയിലൊക്കെ ആകെ വിപ്ലവം. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എവിടേക്കാണ് ഈ പോകുന്നത്? എന്താണ് നമ്മുടെ ഇത്? ഭയങ്കര പ്രശ്നമായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിനെതിരെ ശക്തമായ പോരാട്ടത്തിന് തന്നെയാണ്, ശക്തമായ പ്രതികരണത്തിന് തന്നെയാണ് എല്ലാവരും തയ്യാറായിട്ട് നിൽക്കുന്നത്. ഇന്നിപ്പോൾ എല്ലാ UDF-ന്റെ ഒട്ടുമിക്ക നേതാക്കളും പങ്കെടുത്തിരുന്ന വലിയൊരു മാർച്ചായിരുന്നു. അതിൽ ഷാഫി പറമ്പിലും പങ്കെടുത്തിരുന്നു. അദ്ദേഹം പറഞ്ഞിരുന്ന വാക്കുകളാണ് നിങ്ങൾ കേട്ടത്. അപ്പം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം ആരെയും കുറ്റം പറയാനല്ല, ആരെയും എതിർക്കാനല്ല, ആരെയും വിമർശിക്കാനല്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ അദ്ദേഹം എപ്പോഴും അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിൽ ആർക്കും കുരു പൊട്ടിയിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് ആ നല്ല വാക്കുകൾ, ആ പ്രതികരണം കേട്ടപ്പോൾ നമുക്കും അതിനെപ്പറ്റി ഒന്ന് പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് നമ്മൾ വന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നല്ലേ നമ്മൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഫ്രെയിമൊന്നല്ല കാണിക്കുന്നുണ്ട്, കാര്യങ്ങൾ പറയുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും. നമ്മുടെ ചാനൽ ഇതുവരെ കണ്ടവർ, സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ സപ്പോർട്ട് ചെയ്താലാണ് ഇങ്ങനെയുള്ള വീഡിയോകൾ നമുക്കിങ്ങനെ കൂടുതലായിട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് വീണ്ടും നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒരുപാട് സന്തോഷം. ഓക്കെ, ബൈ.